ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടാരോ റീഡിങ്ങിന്റെ ഒരു വീഡിയോ കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സാരി കൊടുത്ത് വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് 2 വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, അടുത്തത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോണേ. അപ്പം നമുക്ക് ഓരോ സമയത്തും ഓരോ നിമിഷത്തിലും നമ്മുടെ സമയം മാറി മാറി വരികയാണ് അല്ലെ. അപ്പോ ഇപ്പൊ ഇന്ന് സംഭവിക്കുന്നതല്ല നാളത്തെ അല്ല മറ്റന്നാള് എന്ന് പറഞ്ഞ പോലെ ഇനി അടുത്തത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുള്ളൊരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കാം കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ടാരോ റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടൊക്കെ ഇരിക്കുക കേട്ടോ. അടുത്തത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ അല്ലെ. ഇങ്ങനെയൊക്കെ നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും. നൈറ്റ് ഓഫ് എർത്ത്, 2 ഓഫ് വാട്ടർ, 2 കപ്പ് ആണ്. ഏസ് ഓഫ് വാട്ടർ, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഈഗോ, Two of swords, 2 of air, Seven of pentacles, 7 of earth, Ten of cup, 10 of water ആണ്. കാർഡ് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. മജീഷ്യൻ, ബോട്ടം ഓഫ് ദി ഡെക്ക്, 9 of വാട്ടർ, 9 of കപ്പാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാർഡ് വേണമെന്ന് വിചാരിക്കുന്നത്. എല്ലാ കാർഡ്സ് ആണ്. എല്ലാം ഭയങ്കര എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് കൂടുതലും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത സെക്ഷൻ വരാൻ പോവാണ്. അടുത്ത ഒരു ലെവല് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ഒരുപാട് മിറക്കിൾസ് ആണ് വരാൻ പോണത്. മജീഷ്യൻ ഉണ്ടോ, ഒരു മിറക്കിൾ സംഭവിക്കാൻ പോണ ആർക്കൊക്കെ മിറക്കിൾ, ദൈവം എന്തോ ഒരു മിറക്കിൾ ചെയ്യാൻ പോണത്. അതായത് ഒരുപാട് പേരുടെ സമയം അങ്ങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചേഞ്ച് ആയി എല്ലാവരുടെ നിങ്ങൾ ഒരുപാട് ടെക്നിക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടാവും. ഇതുണ്ടോ മജീഷ്യൻ, അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാം, അല്ലെ നിങ്ങളുടെ ഒരുപാട് സാമ്പത്തിക ആവശ്യത്തിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നുണ്ട്. മജീഷ്യൻ, എന്ത് കാര്യം നിങ്ങൾക്ക് മാജിക്കിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ വിചാരിച്ചില്ല. അതായത് മാജിക് എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഉപയോഗിക്കാം. ഒരുപാട് ടെക്നിക്ക് ഉണ്ട് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രം പണം ഉണ്ടാക്കണമെന്നൊന്നുമില്ല, സ്മാർട്ട് വർക്കിലൂടെയും പണം ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ വിചാരിച്ചാല് പല രീതിയിൽ നമുക്ക് ഇതുപോലെ മാനിഫെസ്റ്റേഷനിലൂടെ ഒക്കെ പണം ഉണ്ടാക്കാൻ പറ്റും. പണമെന്നല്ല, എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ലവിനെ വേണമെങ്കിൽ ലവിനെ കൊണ്ടുവരാനും പറ്റും മാനിഫെസ്റ്റേഷനിലൂടെ. 2 കപ്പ്, നിങ്ങളുടെ ലവ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുമായിട്ട്, നിങ്ങളുടെ ലവറുമായിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് വരാൻ പോവാണ്. നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളെ കണ്ടുമുട്ടാൻ പോവാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ പോകണം. നിങ്ങൾക്ക് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ, നിങ്ങളെ ദൈവമായിട്ട് കൊണ്ടുവരാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. റിയൽ ലവ് ആണ്, പ്യുവർ ലവ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു റീയൂണിയനിലേക്ക് പോകാൻ പോകുന്നു. ചില വ്യക്തികൾ റീയൂണിയനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ചിലർക്ക് മാരേജ് കാണുന്നുണ്ട്. നിങ്ങളൊരു മാരേജിലേക്ക് എത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ കൂടി ചേരേണ്ട വ്യക്തികളാണ്. 2 കപ്പ്, നിങ്ങൾ തമ്മിൽ ചേരുന്നതോടെ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ, രണ്ടുപേരുടെ ലൈഫിൽ ഒരു പൂർത്തീകരണം നടക്കുകയാണ്. എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചേരുന്നതോടെ മാത്രമേ അത് പൂർത്തിയാകുള്ളൂ. എന്തൊക്കെയോ കാര്യങ്ങൾ അത് ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്ന 2 വ്യക്തികളാണ് കേട്ടോ. അതൊരു റിയൽ ലവ് ആണ്, ഡിവൈൻ ലവ് ആണ്.
അപ്പൊ ആ ഒരു രീതിയിൽ ആരുടെയൊക്കെ ലൈഫിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ലവ് വരുന്നുണ്ട്, നിങ്ങൾ കൂടിച്ചേരാൻ പോകുന്നു, നിങ്ങളെ കണ്ടുമുട്ടാൻ പോകുന്നു. ഒരുപക്ഷെ പുതുതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാരേജ് നിങ്ങൾക്കൊരു നല്ലൊരു ആലോചനയാവാം, നിങ്ങളത് മാരേജിലേക്ക് എത്തും, ചേരേണ്ട ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള മാജിക്കുകൾ, അതായത് മാജിക്കാണ് നിങ്ങളുടെ ലൈഫിൽ, പലരുടെ ലൈഫിലേക്ക് ഇതുപോലെയുള്ള ഓരോ മാജിക്കുകൾ സംഭവിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജി ഉണ്ട്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സമ്പത്തിന്റെ ഒരു രാജ്ഞിയാകാൻ പോവാണ്. നിങ്ങളൊരു കിങ്, ഒരുപക്ഷെ ഒരു സമ്പന്നരാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സമ്പന്നയാകാൻ പോകുന്നു. നൈറ്റ് ഓഫ് എർത്ത് ഇതുണ്ടോ, ഇവിടെ എല്ലാവരും സമ്പത്തിന്റെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആരുടെയൊക്കെ ഒരു നല്ല സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾ വളരെയധികം സാമ്പത്തികപരമായിട്ടൊരു ഉന്നതിയിലേക്ക് എത്താൻ പോകുന്നതായിട്ട് കാണുന്നത്. ഇതെല്ലാ കാർഡ് അതാണ് പറയുന്നത്. ഇതുണ്ടോ, സെവൻ ഓഫ് എർത്ത്. സെവൻ ഓഫ് എർത്ത്, നിങ്ങൾ ഒരുപാട് നാൾ മുൻപ് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉദ്ദേശിച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ക്ഷമയോടെ ആ ഒരു ഇതിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാവാം. ബിസിനസ് ഒക്കെ നല്ലൊരു പ്രോഫിറ്റിലേക്ക്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ പ്രോഫിറ്റ് ലഭിക്കുന്നു. ഒരുപക്ഷെ പ്രോപ്പർട്ടിയിലാവാം, ഫ്ലാറ്റുകളൊക്കെ നിങ്ങൾ റെന്റിന് കൊടുത്തായിരിക്കും. ഏതോ ഒരു വഴിയിലൂടെയൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം വലിയ ഇൻവെസ്റ്റ്മെന്റ്, വലിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആയി തീർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിയൊരു അസറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എവിടെയെങ്കിലും ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ പുതിയ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, ബിസിനസ്സിലേക്ക് പണം മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അസറ്റ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം പ്രോഫിറ്റ് പല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡിവൈൻ ഫാമിലി ലൈഫ് കാണുന്നുണ്ട്. ഡിവൈൻ, അതായത് ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഒരു ഫാമിലി ലൈഫ് ആർക്കൊക്കെയോ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സന്തോഷകരമായ ഒരു ഫാമിലിയായിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു. അടുത്തൊരു ലെവലിൽ ഒരുപക്ഷെ നിങ്ങൾ ഫാമിലിയായിട്ട് ഒന്നിച്ചു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയായിട്ട് നിങ്ങളുടെ സന്തോഷം പങ്കിടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വിദേശത്താണെങ്കിൽ നാട്ടിലേക്ക് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടേക്ക് നിങ്ങൾ ഫാമിലിയായിട്ട് ഒത്തുചേരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് ഉല്ലാസയാത്ര പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള സന്തോഷം പങ്കിടാൻ പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇവിടെ 10 ഓഫ് കപ്പാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് പിരിഞ്ഞിരുന്ന വ്യക്തികളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്കൊക്കെ പോകാനായിട്ട് തയ്യാറെടുത്തിരുന്നവരാണെങ്കിൽ നിങ്ങൾ അത് വേണ്ടെന്ന് വിചാരിച്ച് വീണ്ടും ഒന്നിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നിച്ച് ചേർന്ന് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലത്തിൽ പെട്ടിരുന്ന ഒരു സന്തോഷകരമല്ലാത്തൊരു ഫാമിലി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ദൈവമായിട്ട് കണക്ട് ചെയ്ത നല്ല സന്തോഷകരമായ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ജനിച്ച് നിങ്ങളൊരു സന്തോഷകരമായ ഒരു ഫാമിലിയായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ, ആ ഒരു ഫാമിലി ലൈഫിൽ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് പെറ്റിനെയൊക്കെ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ വീട്ടില് നായ്ക്കുട്ടികളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ വീട്ടിൽ 2 നായ്ക്കുട്ടികളുണ്ട്. നിങ്ങൾ നായ്ക്കുട്ടികളെയൊക്കെ, ഡോഗിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങളുടെ ആ ഒരു ഡോഗും നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷത്തോടെ നിങ്ങൾ ഉല്ലസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡോഗിനെ നിങ്ങളുടെ കൂട്ടത്തിൽ ട്രാവൽ ചെയ്യാനും നിങ്ങൾ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് വാട്ടർ, ഇവിടെ എല്ലാം കൂടുതൽ വാട്ടർ എനർജി കാണുന്നുണ്ട് കേട്ടോ. വാട്ടർ സൈനും എർത്ത് സൈനും എയർ സൈനും ആണുള്ളത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഉള്ളത്. പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ സ്നേഹം നല്ല സ്നേഹമുള്ള ലവ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോണത് കേട്ടോ. നല്ല സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു ന്യൂ ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്പ് അല്ലെ പുതിയ ഒരു മാരേജ് അഫെയർ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് വിഷസ് ഉണ്ട് നിങ്ങൾക്ക്, ഒരുപാട് ഡ്രീംസ് നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡ്രീം ഒക്കെ ഫുൾഫിൽ ആകുന്നതാണ് ഇവിടെ കാണുന്നത്. അടുത്ത ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡ്രീംസ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾക്കൊരു ജോലിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിദേശയാത്രയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ഫുൾഫിൽ ആകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് നിങ്ങൾ ഫെദർ കാണുന്നുണ്ടാവാം, തൂവല്, നിങ്ങളുടെ ഡ്രീം ഒക്കെ അടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫെദർ കാണുന്നുണ്ടാവാം, ബട്ടർഫ്ലൈസിനെ, അങ്ങനെ നിങ്ങൾ റെയിൻബോ അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം, റെയിൻബോ കാണുന്നുണ്ടാവാം. നിങ്ങൾക്കത് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് ആണ്. അത് നിങ്ങൾക്ക് അല്ലെ സയൻസ് ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കേട്ടോ. പലരുടെ ലൈഫിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പൊ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ അടുത്തടുത്ത് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് സന്തോഷം, നിങ്ങളുടെ ലൈഫില് സന്തോഷകരമായ ഒരു ലൈഫാണ്. എണ്ണൊക്കെ ഒരു പൂർത്തീകരണമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലെത്തി നിങ്ങൾ സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളാണ് വരുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ താമസിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യണം. നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നല്ല രീതിയിൽ പോസിറ്റീവായിട്ടിരുന്ന് അതിനെ ലൈഫിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഏത് ആഗ്രഹത്തിനെ ആയാലും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന ആ ഒരു എനർജി നിങ്ങളിലുണ്ട്. അത്രയ്ക്ക് മാജിക്കൽ പവറുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടും ഉണ്ട്, ദൈവത്തിന്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഏതൊരു ആഗ്രഹത്തിനെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താഗ്രഹം നിങ്ങൾ യൂണിവേഴ്സിന് കൊടുത്താലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും അത് നിങ്ങളുടെ ലൈഫിൽ എത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ വരണമെന്നില്ല, അതിന് ദൈവത്തിൻ്റെതായിട്ടൊരു സമയമുണ്ട്. ആ ഒരു സമയത്തേ എത്തുള്ളൂ. നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് അത് വരുമെന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയിൽ അത് നമ്മൾ ഇരിക്കണം. തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിലേക്ക് എത്തും, ഏതൊരു ആവശ്യമായാലും. അല്ലെങ്കിൽ മിറാക്കിൾസ് പലരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് മജീഷ്യൻ വന്നിരിക്കുന്നത്. പിന്നെ ചിലർക്ക് ഒരു ഈഗോ കാണുന്നുണ്ട്. അതായത് ഒരുപാട് സ്വത്തുക്കളൊക്കെ വരുന്ന ചില വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഒരുപാടൊക്കെ ഏൺ ചെയ്ത് നല്ലൊരു റിച്ച് ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സ്വത്തും പണം ഉള്ളവർക്കാണ് തോന്നുന്നു ഒരു ഈഗോ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളെ കഴിഞ്ഞും ഹസ്ബൻഡിനേക്കാൾ ഉയർന്ന ജോലിയോ അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്യും അല്ലേ. അവിടെ വൈഫിനെ ഒന്ന് അടിച്ചമർത്തി വെക്കാനുള്ള ചിന്താഗതി ഹസ്ബൻഡിനുണ്ടാവും. കൂടുതലും അങ്ങനെ ഉണ്ട്, ഒരുപാട് പേര് റീഡിങ്ങിന് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ളവരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാതിരിക്കുന്നതാണല്ലേ നല്ലത്. അപ്പൊ നിങ്ങളുടെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്കാണ് അതെല്ലാം വരുന്നത്. അപ്പൊ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരുടെ എന്താ പറയുക, നിങ്ങൾ ഏൺ ചെയ്തുകൊണ്ടൊന്ന് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അപ്പൊ ഒരാളെ അടിച്ചമർത്താതിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. തന്നെക്കാൾ ഉയർന്ന രീതിയിൽ ഭാര്യ പോകുമ്പോൾ ഭർത്താവിന് ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ പേരിൽ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. രീതിയിൽ പ്രശ്നങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വാർണിംഗ് ഉണ്ട്, ഡിവോഴ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തികള്. അപ്പം ഇപ്പോഴത്തെ ലേഡീസ് ആണെങ്കിൽ എല്ലാവരും മറ്റൊന്നും അങ്ങനെ അത് സമ്മതിച്ചു കൊടുക്കാൻ, ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തവരുണ്ട്. അത്ര രീതിയിലുള്ള അങ്ങനെ ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. അല്ലെങ്കിൽ അതിനെയൊക്കെ നിങ്ങളിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഡിവോഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളിന്ന് ഡിവോഴ്സ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ഏതാഗ്രഹമായാലും നിങ്ങൾക്ക് മജീഷ്യനാണ്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനാണ് പറയുന്നത്. വളരെ സ്പീഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ലവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ഇന്ന് നിങ്ങൾ റീഡിംഗ് ഉണ്ട് നാളെ തന്നെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്.
പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്തോ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ. അപ്പൊ അതിലേ പോണോ ഇതിലേ പോണോ, ആ വഴി തിരഞ്ഞെടുക്കണോ ഈ വഴി തിരഞ്ഞെടുക്കണോ. അപ്പൊ 2 വ്യക്തികളാവാം ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് പ്രോബ്ലമുള്ള വ്യക്തിയാകാം, മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവാം. ഇതിലേത് വഴി പോകണം, ആ വഴി പോകണോ ഈ വഴി പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ജോലി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കാം. ഒന്ന് വിദേശത്ത് പോകാനാവാം, നാട്ടിലൊരു നല്ല ജോലിയാവാം. അപ്പൊ ഇനി ആ വിദേശത്തേക്ക് പോകണോ നാട്ടിലെ തിരഞ്ഞെടുക്കണോ, രണ്ടിലേത് തിരഞ്ഞെടുക്കണം എന്നറിയാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തോ 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഏതോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ 2 കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നവരാണ് 2 കൂടെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം ഏതാണോ, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന കാര്യമാണ് അത് ചെയ്യുക. അത്ര എനിക്ക് പറയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഏതാണ് ഏറ്റവും അത്യാവശ്യമുള്ള, ഏതാണ് നിങ്ങൾക്ക് സന്തോഷം തന്നെ, അത് നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പൊ ഇതാണ് ഈ ഒരു ചെറിയ റീഡിങ്ങിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു, നല്ലൊരു റീഡിംഗ് ആയിരുന്നു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോട്ടറി അടിക്കാം. ഒരു ക്യൂൻ ഓഫ് എർത്ത്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് അല്ലെങ്കിൽ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി. ഇപ്പം നിങ്ങൾ 2 ലേഡീസ് ആൻഡ് ജെന്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയോ ഒരുപാട് സമ്പത്തിന്റെ ഉടമകളാകാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം സമ്പത്തും നല്ല ഫാമിലി ലൈഫും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഒരുപക്ഷെ ഒരു നല്ല മാരേജിലൂടെ അവരുടെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു. നല്ലൊരാളെ നിങ്ങൾ മാരേജ് കഴിക്കുന്നതോടെ നല്ലൊരു പെൺകുട്ടിയോ, നല്ലൊരു ഒരു പെൺകുട്ടിയാണെങ്കിൽ നല്ലൊരു ആൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിലൂടെ സ്വത്തും പണവും അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരുപക്ഷെ നല്ല ജോലിയുള്ള വ്യക്തികളാവാം. അപ്പൊ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഏത് കാര്യത്തിനായാലും നിങ്ങൾക്ക് ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട്, യൂണിവേഴ്സൽ സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. എല്ലാവിധ ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങൾക്കും യൂണിവേഴ്സിന് നന്ദി പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ എന്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.